ആലുവയിൽ 12 വയസ്സുകാരനെ കടിച്ച നായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിലാണ് സ്ഥിരീകരണം. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകാനുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഈ നായയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണോ പേ വിഷബാധയാണ് എന്ന് സ്ഥിരീകരിച്ചത്? 12 വയസ്സുകാരൻ ചികിത്സയിലാണല്ലോ. ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയാണ്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഈ 12 വയസ്സുകാരനെ ആലുവയിൽ വെച്ച് തെരുവുനായ കടിച്ചത്. ഇതേ തെരുവുനായ തന്നെ അതേ പ്രദേശത്തുള്ള മറ്റു ചിലരെയും കടിച്ചിരുന്നതായും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഈ തെരുവുനായ കഴിഞ്ഞ ദിവസം ഒരു ചത്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഇതോടെ നാട്ടുകാരാണ് തെരുവുനായയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. തുടർന്ന് മണ്ണുത്തിയിലെ വെറ്റിനറി കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് നായയ്ക്ക് പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ആ കുട്ടി ഉൾപ്പെടെയുള്ളവർ പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവരോട് നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ തെരുവുനായ കൂടുതൽ പേരെ കടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടുകൂടി ആളുകളോട് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.